ഏത് യുദ്ധവും ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് അരങ്ങേറുന്നത്. അമേരിക്കയ്ക്ക് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു, ഇസ്രയേലിനും ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൺവേർജ് ചെയ്യുന്ന പോയിന്റിലാണ് യുദ്ധം സംഭവിച്ചത്. എന്തായിരുന്നു കണക്കുകൂട്ടൽ? വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളാണ് പൊതുവെ ആദ്യമുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഒന്ന്, ഇറാൻ്റെ പരമോന്നത നേതൃത്വത്തെ നിഷ്കാസനം ചെയ്യുക. അതോടെ ഇറാൻ്റെ നടുവ് ഒടിയും. പിന്നെ കേന്ദ്രീകൃതമായ ഒരു കമാൻഡ് നൽകാൻ ആരുമില്ലാതെയാവും. അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാന് കീഴടങ്ങേണ്ടി വരും. അതായിരുന്നു ഒരു കാൽക്കുലേഷൻ പദ്ധതി. അത് പാളി, അമ്പേ പാളിപ്പോയി. 48 പേരെ 1-ാം മണിക്കൂറിൽ തന്നെ വധിക്കാൻ കഴിഞ്ഞ നേട്ടമായി അമേരിക്കയും ഇസ്രായേലും ആഘോഷിക്കുമ്പോഴും ഒരു ബദൽ ഇറാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുജ്തബ ഖുമൈനി ഒരാഴ്ചക്കുള്ളിൽ അധികാരം ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ IRGS തലപ്പത്ത്, മന്ത്രിസഭയുടെ തലപ്പത്ത്, സൈനിക തലപ്പത്ത് എല്ലാം തന്നെ മാറ്റം കൊണ്ടുവരികയും മാറപ്പെടുന്ന ആൾ വധിക്കപ്പെടുമ്പോൾ ബദൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്ത് ഇറാൻ സർവ്വസജ്ജമായിരുന്നു. അതുകൊണ്ട് ആ പദ്ധതി പാളി. 2, ഇറാൻ്റെ മിസൈൽ ശേഖരമാണ് വളരെ വലിയ വിപത്തായി അമേരിക്ക കരുതിയിരുന്നത്. ആ മിസൈലുകളുടെ പ്രഹരശേഷി പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഈ പറഞ്ഞ 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപേ 2 ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ പായിച്ചു. ഒന്ന്, ഇറാൻ്റെ വളരെ തെക്ക് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വളരെ വലിയ ദൂരം പാലിക്കുന്ന ഡിഗോ ഗാർഷ്യ ഈ ദ്വീപ സമൂഹങ്ങളാണ്. അതായത് ഈ ചാഗോസ് ദ്വീപ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ദ്വീപ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് സേനാ താവളങ്ങളുള്ള തന്ത്രപ്രധാനമായ ഏഷ്യൻ ഓപ്പറേഷൻസിന് വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്ന താവളം ഡിഗോ ഗാർഷ്യ കെയിം അണ്ടർ ഇറാനിയൻ അറ്റാക്ക്. ദൂരം എത്രയാണെന്നറിയാമോ? 4000 കിലോമീറ്റർ. ഇറാൻ്റെ ദക്ഷിണ ഭാഗത്ത് നിന്ന് 3800 മുതൽ 4000 കിലോമീറ്റർ ദൂരമുള്ള അത്രയും വലിയ ലക്ഷ്യത്തിലേക്ക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ പായിക്കാൻ ഇറാന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇറാൻ മിസൈലുകളുണ്ട്, പ്രഹരശേഷിയുണ്ട് എന്ന് പറയുന്ന ക്ലെയിം ശരിയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പ്രഹരം അവിടെ നടന്നില്ല. ഒരു മിസൈൽ തകർന്നു വീണു, 2ാമത്തെ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഡിഗോ ഗാർഷ്യ വരെ ഒരു മിസൈലും എത്തിയതായി വിവരമില്ല. പക്ഷേ അത് ടാർഗറ്റ് ചെയ്യാൻ ഇറാൻ ആർജവം കാട്ടി. അതത് അമേരിക്കൻ സേനാ താവളമാണ്. കാരണം ബ്രിട്ടൻ്റെ കൈവശം ആണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ 99 വർഷത്തേക്ക് ബ്രിട്ടൻ കൈവശം വെച്ചിരിക്കുക, അമേരിക്കയ്ക്ക് പാട്ടത്തിന് കൊടുത്തതുമായ ഒരു സ്ഥലം. അത് ഏതാണ്ട് 30 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു 10-90 ദ്വീപുകളുടെ സമാഹാരമാണ് ചാഗോസ്. അതിൽ പ്രധാനപ്പെട്ട ദ്വീപാണ്. ആ ദ്വീപിലാണ് B-2 ബോംബേഴ്സ് ഉൾപ്പെടെ അമേരിക്കയുടെ അത്യന്താധുനികമായ സ്റ്റെൽത്ത് ബോംബറുകൾ F-35, B-2, B-1 ഈ ബോംബറുകളൊക്കെ പലതും സ്ഥിതി ചെയ്യുന്നത്. എല്ലാം വിമാനവാഹിനി കപ്പലുകളിലല്ല എന്ന് ഓർക്കണം. അമേരിക്കയിൽ നിന്ന് പറന്നു വരുന്നതിനേക്കാൾ എളുപ്പം ഏഷ്യൻ പ്രദേശത്തെ എല്ലാ ഓപ്പറേഷൻസും ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്ത്രപ്രധാനമായ സ്ഥലത്താണ്. പക്ഷേ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഹിറ്റിംഗ് റേഞ്ച് ഓഫ് മോസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. ഇതാണ് അമേരിക്കയുടെ അഭിമാനമായിരുന്നത്. പക്ഷേ ഇറ്റ് ഈസ് വിത്തിൻ ഇറാൻസ് ഹിറ്റിംഗ് റേഞ്ച് എന്ന് വേദനയോടുകൂടി അമേരിക്ക മനസ്സിലാക്കുന്നു. അപകടമൊന്നും സംഭവിച്ചില്ല, പക്ഷേ അതാണ് ഒരു കാരണം. മിസൈൽ ശേഖരം തകർത്തു എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? 2, ഇത് തെക്കോട്ടാണ്. പടിഞ്ഞാറേക്കും മിസൈലുകൾ പോയി. അത് പോയി വീണത് കൃത്യമായ പ്രിസിഷൻ ബോംബിംഗ് ആയിരുന്നു. ഡിമോണ ആണവ നിലയം ഇസ്രായേലിലേത്. ഇസ്രായേലിൻ്റെ തെക്ക് പ്രദേശത്തുള്ള ബെർഷേബ നഗരം, അതിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ തെക്കുമാറി നെജേവ് മരുഭൂമിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആണവ കേന്ദ്രമാണ് ഡിമോണ. അപ്പം ഡിമോണ എന്ന സ്ഥലമുണ്ട് അത് തൊട്ടടുത്ത്. ആ ഡിമോണയിലേക്ക് മിസൈലുകൾ പതിച്ചു. തൊട്ടടുത്ത് മറ്റൊരു സ്ഥലമാണ് അറാദ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം, അതും ഇസ്രായേലിലാണ്. ഈ 2 നഗരങ്ങളിലും കാര്യമായ നാശനഷ്ടമുണ്ടായി ഇറാനിയൻ ആക്രമണത്തിൽ. പക്ഷേ ഇസ്രായേലിൽ ആദ്യമായിട്ടാണ് അത്രയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും. 100-ൽ പരം പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. അതിനർത്ഥം ഏതാനും മരണങ്ങൾ സംഭവിച്ചിരിക്കാം. കൃത്യമായി അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഒരുപാട് ഫിൽറ്റർ ചെയ്ത് മാത്രമേ വിവരങ്ങൾ വരൂ. പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ സാധിക്കില്ല. സെൻസർഷിപ്പ് നിയമങ്ങളും ഒക്കെ വളരെ കർശനമാണ്. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ അറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇസ്രായേലിൽ നിന്ന് തന്നെ സ്ഥിരീകരണമുണ്ട്.
ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടു. ആണവ വികിരണം ഉണ്ടായിട്ടില്ല. അത് വലിയ ഫോർച്ചുനേറ്റ് കാര്യമാണ്. അത് വികിരണം ഉണ്ടായാൽ ഇസ്രായേൽ മാത്രമല്ല ചുറ്റുപാടുള്ള മേഖലകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇറാനിലെ ഈ നഥാൻസ് ആണവ നിലയം 3-ാം വട്ടവും കഴിഞ്ഞ ദിവസം ആക്രമണ വിധേയമായി. കാരണം ആദ്യം ആക്രമണ വിധേയമാകുന്നത് 2015 ജൂണിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളാണ്. നഥാൻസിലെയും ഇസ്ഫഹാനിലെയും ഫർദോയിലെയും എല്ലാം ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് യുദ്ധത്തിന് മധ്യേ ഒരിക്കൽ കൂടി നഥാൻസ് ആക്രമിക്കപ്പെട്ടു. വികിരണം ഉണ്ടായിട്ടില്ല. IAEA സ്ഥിരീകരണം ഉണ്ട് വികിരണമില്ല എന്നത്. വീണ്ടും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്കുള്ള മറുപടി, മിസൈൽ ശേഖരം തീർത്തു കഴിഞ്ഞു എന്നതിന് മറുപടി, അതേപോലെ തന്നെ ആണവ നിലയം ആക്രമിച്ചതിനുള്ള മറുപടി. ഈ 2 മറുപടികളും കൊടുത്തു എന്ന് പറയുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിപത്ത് ഇപ്പോഴും ഇറാനിൽ നിന്ന് കടന്നു വരുന്നു എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ട് ഇറാനെ എഴുതിത്തള്ളാറായിട്ടില്ല ഇറാൻ്റെ മിസൈൽ ശേഖരം. അതാണ് 2ാമത്തെ ക്ലെയിം. അമേരിക്കയുടെ ക്ലെയിം 1ാമത്തേത് ഉന്നത നേതൃത്വത്തെ വധിച്ചു, അത് ശരിയാണ്. വീണ്ടും നേതൃത്വം ഉണ്ടായി, അപ്പോൾ അത് പൂർണ്ണമായ ലക്ഷ്യപ്രാപ്തിയിലെത്തിയില്ല. 2 മിസൈൽ ശേഖരം നശിപ്പിച്ചു എന്ന് പറയുന്ന മിസൈൽ ശേഖരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴും ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ക്ലെയിമും പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിട്ടില്ല. 3ാമത്തെ ക്ലെയിം ആണവ നിലയങ്ങളെക്കുറിച്ച് തന്നെയാണ്. ആണവ നിലയങ്ങൾ സമ്പൂർണ്ണമായി തകർത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ ആവില്ല. എങ്കിൽ പിന്നെ വീണ്ടും ആണവ നിലയങ്ങൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അതുകൊണ്ട് ആണവ വിപത്ത് അഡ്രസ്സ് ചെയ്യണം എങ്കിൽ സമഗ്രമായ ആണവ ചർച്ചകളാണ് ആവശ്യം. ഇറാൻ പറഞ്ഞല്ലോ, ഇറാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞല്ലോ, തങ്ങളുടെ പദ്ധതിയല്ല ആണവ ആയുധ നിർമ്മാണം, തങ്ങളുടെ പദ്ധതിയല്ല, ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി തങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്തും. അപ്പോൾ മറുപക്ഷത്ത് വന്ന ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ 3.8% സമ്പുഷ്ടീകരിച്ചാൽ മതിയല്ലോ, എന്തിനാണ് നിങ്ങൾ 60% വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചത്? അത് 90% എത്തിക്കഴിഞ്ഞാൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായും ഇറാൻ്റെ ഡിറ്ററൻസിന് വേണ്ടിയുള്ള നിഗൂഢ പദ്ധതിയായി എല്ലാവരും കരുതുന്നു, തെറ്റു പറയാനുമാവില്ല. പക്ഷേ അത് ബോധപൂർവമായ ആക്രമണത്തിലൂടെ, ബലപ്രയോഗത്തിലൂടെ മാത്രം ആണവ പദ്ധതിയിൽ നിന്നും ഇറാനെ പിന്മാറ്റാനാവുമോ? ഇതേ ഭരണകൂടം തുടരുന്ന സ്ഥിതിക്ക് ഭരണകൂടത്തിൻ്റെ പ്രയോറിറ്റീസിൽ ഒന്ന് തന്നെയല്ലേ അത്? അതുകൊണ്ട് ആണവ ആക്രമണം, എന്തെല്ലാം ആണവ നിലയങ്ങൾ ആക്രമിച്ചാലും, ഏതെല്ലാം നിലയങ്ങൾ ആക്രമിച്ചാലും വീണ്ടും ആണവ സാങ്കേതിക വിദ്യയുമായി ഇറാന് ഭാവിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നിരിക്കെ അത് സൈമുലേഷനിലൂടെ കഴിയും. ഓൾറെഡി അറ്റൈൻഡ് ആയ പവേഴ്സ് വീണ്ടും ഉണ്ടല്ലോ, ടെക്നോളജി കൈവശം ഉണ്ടെങ്കിൽ നിർമ്മാണം വളരെ സുഗമമായിരിക്കും. പിന്നീട് ഈ ഉപരോധത്തിൽ നിന്ന് മാറി സമാധാനം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി ആണവ പദ്ധതി പൊടിതട്ടിയെടുക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ അവിടെയും ഉറപ്പുകൾ പറയാനാവുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് ബലപ്രയോഗത്തിലൂടെ തങ്ങൾ തുറക്കും എന്നായിരുന്നു അവസാനം പറഞ്ഞത്. എന്തായി ബലപ്രയോഗം? പിന്നീട് പറയും, ട്രംപിന് തന്നെ തിരുത്തി പറയേണ്ടി വന്നു, മാറ്റി പറയേണ്ടി വന്നു, 24 മണിക്കൂറിനുള്ളിൽ മാറ്റി പറയേണ്ടി വന്നു. എന്താണ്? ഞങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ എത്തുന്നത് ഹോർമൂസിൽ നിന്നല്ല, ഞങ്ങൾക്ക് കാര്യമായ ആ പ്രദേശവുമായി ഹോർമൂസ് വഴി വ്യാപാരമില്ല. ചൈനയും ഇന്ത്യയും ജപ്പാനും ഒക്കെ തന്നെയാണ് ഹോർമൂസ് വഴി എണ്ണ കൊണ്ടുപോകുന്നതും വിഭവങ്ങൾ പേർഷ്യൻ ഗൾഫിലേക്ക് എത്തിക്കുന്നതും. എങ്കിൽ അവരുടെ ചുമതലയാണ് ഹോർമൂസ് സുഗമമാക്കുക, അവരുടെ ചുമതലയാണ്. അപ്പോൾ ട്രംപ് പറയുന്നത് മാറ്റിയും മറിച്ചും പറയുന്നു. അതിനർത്ഥം ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ക്ലാരിറ്റി ഇൻ ദ മൈൻഡ്സ് ഓഫ് ട്രംപ്. അതൊന്ന്. 2, യുദ്ധ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നു എന്നത് ക്ലെയിം മാത്രമാണ്, അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് പല മലക്കം മറിച്ചിലുകളും. ഇനി ഒരു പ്രസ്താവന കൂടി അടുത്ത സമയത്ത് കേൾക്കാം. തങ്ങൾ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതുകൊണ്ട് തങ്ങൾ ഏകപക്ഷീയമായി പിന്മാറുന്നു, ഇനി ഇറാൻ്റെ ചുമതലയാണ് പിന്മാറുക എന്നത്. അവിടെ ഇറാൻ പിന്മാറാൻ തയ്യാറായില്ല എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച 3 ആഗ്രഹങ്ങൾ അതുകൂടി ഉണ്ടെങ്കിൽ തങ്ങൾ പിന്മാറൂ എന്ന് പറഞ്ഞാൽ വീണ്ടും യുദ്ധം തുടരാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നിർബന്ധിതരാവില്ലേ? അതായത് ഇറാൻ പറയുന്നു തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, തങ്ങളെ അംഗീകരിക്കണം, ഭാവിയിൽ യുദ്ധമുണ്ടാവില്ല എന്ന് എഴുതി തരണം. ഇതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഒരു മേഖലാ സഹകരണത്തിൻ്റെ, മേഖലാ സമാധാനത്തിൻ്റെ ഒരു സാധ്യത, നയതന്ത്ര മാർഗം, യുദ്ധം അവസാനിക്കുന്നിടത്ത് നയതന്ത്രം തുടങ്ങുന്നു എന്നുകൂടി പറയേണ്ടി വരും. സാധാരണ നമ്മൾ പറയുന്നത് നയതന്ത്രം അവസാനിക്കുന്നിടത്ത് യുദ്ധം തുടങ്ങുന്നു എന്നല്ലേ പറയുന്നത്. മാറ്റി പറയേണ്ടി വരുന്നു, യുദ്ധം അവസാനിപ്പിച്ചിടത്ത് നിന്ന് നയതന്ത്രം തുടങ്ങുന്നു, ഭാവി യുദ്ധങ്ങൾ ഒഴിവാക്കാൻ. നയതന്ത്ര പരിഹാരങ്ങൾ മാത്രമാണ് പരിഹാരം. ഒരിക്കൽ കൂടി പലയിടങ്ങളിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പലസ്തീൻ വിഷയം ഉൾപ്പെടെ ആത്യന്തികമായി പരിഹരിക്കപ്പെടാതെ ആ മേഖലയിൽ സമാധാനം ഉണ്ടാവില്ല. ഇറാൻ്റെ ഇടപെടലിനുള്ള എല്ലാ സാഹചര്യവും ഒഴിവാക്കണം. അപ്പോൾ പിന്നെ ഇറാൻ ഇടപെടാനാവില്ല. പലസ്തീൻ വിഷയമുള്ളത് കൊണ്ടാണ്. അപ്പം ഇസ്രായേൽ അംഗീകരിക്കപ്പെടണം, പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കപ്പെടണം, ഇറാൻ്റെ പരമാധികാരം മാനിക്കപ്പെടണം, ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഇറാനും ഉറപ്പുവരുത്തണം. അങ്ങനെയെങ്കിൽ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനും അവിടെ സഹവസിക്കാൻ ഉള്ള സാഹചര്യം ഒരുങ്ങുക എന്നത് തന്നെയാണ് പ്രധാനം.